ഹായ്, ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഗ്യാപ്പ് കിട്ടിയില്ല. കുറച്ച് തിരക്കിലായിരുന്നു. അതായത് നിങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നുണ്ട്, ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ കാര്യം ഞാൻ പറയാം. ആദ്യം നമുക്കൊരു ഓർഗനിസ്റ്റിനെ വേണം. അപ്പോൾ അത് എന്താണ്, ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിച്ച് ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കോഡ്സൊക്കെ എഴുതിയെടുക്കാൻ പറ്റിയൊരു ഓർഗനൈസ്റ്റ്, അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റിയ ആളായിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയണേ, ഒരു 25-35 വയസ്സിൻ്റെ ഗ്യാപ്പിലുള്ളവരാണെങ്കിൽ നല്ലത്. അതായത് വേറെ ഒന്നുമല്ല കേട്ടോ, ആ ഏജ് പറഞ്ഞാൽ എന്തിനാണെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടാവും. നമുക്ക് എന്താ പറയുക, കലാപരമായിട്ടൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കലയെന്ന് പറഞ്ഞൊരു വരദാനമാണ് ദൈവത്തിൻ്റെ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കഴിവ് കയ്യിലിരുന്നിട്ട് നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ നടക്കണില്ല. എല്ലാത്തിൻ്റെയും ബിഹൈൻഡ് സാമ്പത്തികമാണ്, അത് ആദ്യമേ പറയാം. അതുകൊണ്ടാണ് ഞങ്ങളും പലതും മാറ്റി വെക്കണം. ഇപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, യൂട്യൂബറാണ്, അങ്ങനെ പറയുമ്പോൾ കുറേ കാര്യം. ഗിറ്റാറിസ്റ്റാണ്, പാട്ട് പാടാറുണ്ട്. ഗിറ്റാറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിറ്റാർ ഇപ്പോൾ തൊട്ടിട്ട് കുറേ ആളായി. അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ നമ്മുടെയും ഈ കലയൊക്കെ നശിപ്പിക്കാൻ കുറേ പേര് ശ്രമിച്ചിട്ടുണ്ട്. ദൈവം തന്നേക്കണ ഒരു വരദാനം, അത് എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞാൽ സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും ബിഹൈൻഡ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഈ ഗിറ്റാറ് കുറേ ആൾ തൊട്ടില്ലെന്ന് പറഞ്ഞാൽ അത് എൻ്റെ മെയിൻ എന്താണ്, അതിൻ്റെ ഒരു കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യേശുവിൻ്റെ പ്രതിപുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ മതപണ്ഡിതനായ ഒരു കലാകാരനാണ്. അത് ഞാനിപ്പോൾ അത് കൂടുതൽ പറയാനുള്ള, അദ്ദേഹവും കൂടി കാരണക്കാരനാണ് അതൊക്കെ ഓരോരുത്തരും മാനസികമായിട്ട് നശിപ്പിക്കണതേ. അത് കുഴപ്പമില്ല, എപ്പോഴെങ്കിലും നമുക്കതൊക്കെ ഓപ്പണായിട്ട് പറയേണ്ടതാണ്, അതൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. എന്നും കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഓരോ അനുഭവങ്ങളാണ്. നല്ലതായിട്ട് കൂട്ടിയിട്ടുള്ളൂ ആ അനുഭവങ്ങളൊക്കെ. ജീവിതത്തിലെ തോൽവി എപ്പോഴും നല്ലതായിട്ടേ തോന്നിയിട്ടുള്ളൂ. അത് നമുക്ക് അത് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നമുക്ക്, കാരണം അനുഭവിച്ചേക്കണ കുറേ ഉണ്ട്, നല്ലതും ചീത്തയുമായ ഈ മതത്തിൽ നിന്ന് തന്നെ. അപ്പോൾ അതെന്തിനാട്ടെ, അതെപ്പോഴേക്കും പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഞാൻ ഗിറ്റാറിസ്റ്റാണ്, സിംഗറാണ്, അല്ലെങ്കിൽ എന്താണ് പറയുക, മറ്റേ യൂട്യൂബറാണ്, ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്. അതിനെക്കാട്ടിയൊക്കെ എനിക്ക് ഉപരി എനിക്കറിയപ്പെടണമെന്ന് ആഗ്രഹമുള്ളത് ഒരു ആക്ടർ എന്നും പറഞ്ഞാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2005 തുടങ്ങിയാണ് ഇവിടെ എത്തുന്നത്. എനിക്കവിടെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഈ ഗിറ്റാർ കുറേ നാളായിട്ട് വിട്ടുപോയി, അല്ലെങ്കിൽ പാട്ടാണെങ്കിലും നമുക്കതൊരു ഭയങ്കര മ്യൂസിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പാട്ട് 100-ൽ 95% വരെ, 90% വരെ, അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ പാട്ട് കേൾക്കണവരായിരിക്കും. എന്ത് ഫീൽഡിലുള്ളവരാണെങ്കിലും മ്യൂസിക് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇപ്പോൾ വലിയ സെറ്റപ്പിൽ ചെയ്യുമെന്നൊന്നും അല്ല പറയണ, ചെറിയ രീതിയിൽ. അപ്പോൾ അതിപ്പോൾ വീഡിയോ എടുക്കണതാണെങ്കിലും സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യണമെന്നാണെങ്കിലും നിങ്ങളുടെ നിന്ന് ചിലവൊന്നും വേണ്ട. നിങ്ങൾ പറ്റുമെങ്കിൽ ഫ്രീ ആയിട്ട് വന്ന് ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇടക്ക് എന്നുള്ള രീതിയിൽ വരുന്നതാണെങ്കിൽ ഒരു കവർ സോങ്ങൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ആ ഏജ് പറഞ്ഞത് എന്നെപ്പോലെ എന്നെ പല അനുഭവിച്ച്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണം, ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഇപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടർ ആവണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ അതിന് വേണ്ടി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ ഞാനും ചെയ്യണം, പരിശ്രമിക്കണം. പിന്നെ അത് ചെയ്യാൻ പറ്റാത്ത പല വിഷമങ്ങളും നമുക്കും ഉണ്ട്. ഈ സാമ്പത്തികമാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ബിഹൈൻഡ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളത് നോക്കണ്ട, നമ്മൾ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യണതും വീഡിയോ എടുക്കണതൊക്കെ നമ്മുടെ ചിലവിൽ ചെയ്തോളാം, വിഷയമില്ല. നിങ്ങളൊരു, ഞാൻ പറഞ്ഞൊരു പാട്ട് കേട്ടിട്ട് അതിൻ്റെ പിച്ച് നോക്കി അതിൻ്റെ ഒരു കോഡ്സൊക്കെ എഴുതി സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരാൾ വന്നിട്ട് വേണം എനിക്കും, ഞാൻ പറഞ്ഞില്ല കുറേ ആളായി ഗിറ്റാറിലൊക്കെ തൊട്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ കിട്ടിയ നല്ലത്. ഇനി അതിൻ്റെ താഴെയുള്ളതാണെങ്കിലും പറഞ്ഞാൽ മേലിലുള്ളതാണെങ്കിലും എനിക്കൊന്ന് ഇൻബോക്സ് ചെയ്താൽ നല്ലത്. നമുക്ക് പറ്റിയ ഒരാളെ നോക്കിയിട്ട് കിട്ടിയ ഇടയ്ക്കൊന്ന് മാറിയൊക്കെ ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും അവിടെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയണതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് എറണാകുളത്തുള്ളവരെയാണ് ഞാൻ മെയിനായിട്ട് നോക്കണം കേട്ടോ, പുറത്തുള്ളവരല്ല. കാരണം എനിക്ക് ഇത്തിരി അടുത്താകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒരു 2-3 ദിവസം ആയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുക ഇടയ്ക്ക് കിട്ടാം. അല്ലാണ്ട് ഇത് വലിയ സെറ്റപ്പായിട്ടൊന്നും കാണണ്ട. പിന്നെ ചെയ്യുമ്പോൾ അതുപോലുള്ളൊരാൾക്കാണ് ഗുണം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ്. കാരണം എന്തായാലും നമ്മൾ അതിൻ്റെ പുറകെ ഇറങ്ങണേണ്. അപ്പോൾ അതുപോലെ ഇരിക്കണം. അതിപ്പോൾ ഒരു ബാൻഡിൽ ഇല്ലാത്ത അംഗം, അല്ലെങ്കിൽ പുള്ളി മറ്റെന്തെങ്കിലും ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ അദ്ദേഹത്തിനൊരു ചാൻസ് ആവട്ടെ, നമ്മുടെ മാരെ തന്നെ അദ്ദേഹത്തിനൊരു ചാൻസ് ആവട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, ഒന്ന് ഇൻബോക്സ് ചെയ്യുക. നമുക്ക് ഇപ്പം തന്നെ എല്ലാം ചെയ്യുമെന്നല്ല, 1-2 ദിവസമൊക്കെ ഇരുന്നിട്ട് നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെറുത്. രണ്ടുപേർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും, ആ ഇൻസ്ട്രുമെൻറ്റ് വായിക്കണമെങ്കിലും മാസത്തിലൊരിക്കൽ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെയാണ്. ഒരു കല്യാണ വീട്ടിൽ പോയിട്ടാണെങ്കിലും പാട്ട് പാടുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഓർഗനൈസ്റ്റാ ഗിറ്റാറിസ്റ്റ് അവരൊക്കെ അതൊന്ന് പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മൂഡ് വേറെയാണ്. അത് അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം തന്നേക്കണ ആ ഒരു വരദാനം, അല്ലെങ്കിൽ ആ കഴിവ് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് പൊടി തട്ടി എടുത്താൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറകെ വലിയ സെറ്റപ്പായിട്ട് പോകാനെന്നുള്ളത് ഇതേപോലെ എന്തെങ്കിലും ചെയ്യാനാണ്. അങ്ങനെ വലിയ സെറ്റപ്പായിട്ട് പോകാൻ ആഗ്രഹമുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ആക്ടിങ്ങിലാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
നമുക്ക് നോക്കാം. ബാക്കിയെല്ലാം പുള്ളിക്കാരൻ വിചാരിക്കണം. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്തേക്ക്, ഇൻബോക്സ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.